നമസ്കാരം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം അവസാനിച്ചു, ഫലങ്ങൾ പുറത്തു വന്നു. UDF അധികാരത്തിലേറാൻ പോവുകയാണ്. മുഖ്യമന്ത്രി ആര്, എന്നായിരിക്കും സത്യപ്രതിജ്ഞ എന്നുള്ളത് മാത്രമേ ഇനി അറിയുവാനുള്ളൂ. പക്ഷേ നമ്മുടെ ചർച്ചാ വിഷയം ഈ വീഡിയോയിൽ BJP ആണ്. BJP 3 MLA-മാരുമായി നിയമസഭയിൽ ആദ്യമായി കരുത്ത് തെളിയിക്കുന്നൊരു രീതിയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. അതും 3-ൽ ഒരാളും മോശക്കാരനല്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ, മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന V. മുരളീധരനാകട്ടെ, ഗോപകുമാർജി ആകട്ടെ, ചാത്തന്നൂർ മണ്ഡലം പിടിച്ച ഗോപകുമാർജി ആകട്ടെ, അതുകൊണ്ടൊരു പ്രത്യേക തിളക്കമുണ്ട് അദ്ദേഹത്തിന്. ഇവർ 3 പേരും നിസ്സാരക്കാരില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ ശക്തമായ സാന്നിധ്യവും ഈ നിയമസഭയിൽ ഉണ്ടാകും. പക്ഷേ നമ്മുടെ ചർച്ചാ വിഷയം അല്ലെങ്കിൽ നമ്മുടെ വിഷയം ഇനി എന്താണ് BJPയുടെ മുന്നോട്ടുള്ള പദ്ധതികൾ വളരെ വ്യക്തമാണ്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ, ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ ചിലയിടങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചില്ല. എന്നാൽ തിരുവല്ല പോലുള്ള നിയോജക മണ്ഡലങ്ങളിൽ മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. ഒപ്പം യുവരാജ് ഗോകുലിനെ പോലുള്ളവരും അവരവരുടെ നിയോജക മണ്ഡലത്തിൽ വളരെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. മിന്നുന്ന പ്രകടനം തന്നെ കാഴ്ചവെച്ചു എന്ന് പറയാം. തോറ്റുപോയെങ്കിലും ജയിക്കാനായിരുന്നു പോരാടിയതെന്ന് യുവരാജ് ഗോകുൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു സമ്മതിദായകൻ എന്നുള്ള നിലയിലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലും യുവരാജ് ഗോകുലിൻ്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ മിന്നുന്ന പ്രകടനം തന്നെയായിരുന്നു. യുവരാജ് ഗോകുൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള NDAയുടെ പല സ്ഥാനാർത്ഥികളും, അത് കോട്ടയം ഏറ്റുമാനൂർ ആതിരാടി നായരാകട്ടെ, അങ്ങനെയുള്ള ആരുമായിക്കോട്ടെ, അശ്വിനി, കാസർഗോഡുള്ള അശ്വിനി ആകട്ടെ, പത്മജ ചേച്ചിയാകട്ടെ, അതിൻ്റെ പിന്നിലൊക്കെ ചില ചരടുവലികൾ അവരുടെ തോൽവികളുടെ പിന്നിൽ നടന്നിട്ടുണ്ട്. ആന്തരികമായ രാഷ്ട്രീയമല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ ചില കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട്. ഇനി പ്രധാന ആളുകളിലേക്ക് വരാം. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ, പാലക്കാട് ശോഭാ സുരേന്ദ്രൻ. ഇവരെ 2 പേരെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും BJPയുടെ ഇനി മുന്നോട്ടുള്ള പദ്ധതികൾ തയ്യാറാകുന്നത് എന്നത് ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഇവരെ മുൻനിർത്തിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇവരുടെ തോൽവിക്ക് എന്തായിരുന്നു കാരണം? കൃത്യമായി കാരണം ഒന്നേ ഉള്ളൂ. രണ്ടിടത്തും ഇവരെ ഭയന്ന്, അതായത് BJPയെയും ഈ 2 വ്യക്തികളുടെ വ്യക്തിപ്രഭാവത്തെയും ഭയന്ന് അവസാനം ആട്, കുതിര, പട്ടി, കോഴി, പാമ്പ്, കീരി എല്ലാ ഭീകരവാദികളും, വർഗീയവാദികളും, കമ്മ്യൂണിസ്റ്റുകാരും, ബൂർഷ്വാസികളും എല്ലാവരും ഒന്നു ചേർന്ന് ഇവരെ ഒന്നിച്ചെതിർത്തു. അതിൽ തന്നെ ചുക്കാൻ പിടിച്ചത് 2 ഇടങ്ങളിലും ജിഹാദികളായിരുന്നു എന്നുള്ള കാര്യത്തിന് സംശയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ജിഹാദികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു സമവാക്യം ഉരുത്തിരിഞ്ഞു വരുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീർച്ച തന്നെ ഉണ്ട് എനിക്ക്. മാത്രമല്ല, ഇനി ഇങ്ങനെയായിരിക്കും കേരള രാഷ്ട്രീയം മുന്നോട്ട് പോവുക. BJP എതിർക്കാൻ, പ്രത്യേകിച്ച് 3 MLA-മാർ കൂടി BJPക്ക് ലഭിച്ച സാഹചര്യത്തിൽ BJPക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ, BJPയുടെ വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥികൾ നിൽക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഒരു സമവാക്യമായിരിക്കും എതിരാളികൾ രൂപപ്പെടുത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗും എല്ലാവരും ഒരേ കിടക്ക പങ്കിട്ട് ആനന്ദമൂർച്ഛയടയുന്ന കാഴ്ചയായിരിക്കും BJPക്ക് കാണേണ്ടി വരിക ഇനി അങ്ങോട്ടെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അതുകൊണ്ട് ഈ ഒരു ജിഹാദി ആവാസ വ്യവസ്ഥയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു പദ്ധതി തയ്യാറാക്കാതെ BJPക്ക് മുന്നോട്ട് പോവുക അസാധ്യമാണ് കേരളത്തെ സംബന്ധിച്ച്. അത് ജിഹാദികളുടെ കാര്യം. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, പലപ്പോഴും ഒട്ടി എന്നുള്ള ഒരു പ്രഹസനം കാണിച്ച് ഒടുവിൽ കാലുവാരുന്ന ക്രിസ്ത്യൻ സഭകൾ, ക്രിസ്ത്യാനികളല്ല, ക്രിസ്ത്യാനികളിലേക്ക് ഞാൻ വരാം. ക്രിസ്ത്യൻ സഭകൾ, മതമേലധ്യക്ഷന്മാരെ പൂർണ്ണമായും അവരുടെ റഡാറിൽ നിന്ന് ഒഴിവാക്കേണ്ട കാലമായിരിക്കുന്നു എന്ന് BJP തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്ത്യാനികളിൽ ഫോക്കസ് ചെയ്യുക, സഭകളിലല്ല. കർത്താവിലും വലുതല്ലല്ലോ സഭകൾ. കുഞ്ഞാടുകളില്ലെങ്കിൽ സഭകളില്ലല്ലോ. അതുകൊണ്ട് തന്നെ കർത്താവിനെ ബഹുമാനിക്കാം. ഗോൾവാർഗർജി തന്നെ പറഞ്ഞിട്ടുണ്ട്, യേശുക്രിസ്തുവിനെ അദ്ദേഹത്തിന് വലിയ ബഹുമാനമാണ്, എന്നാൽ പാതിരിമാരെ അദ്ദേഹത്തിന് പരമപുച്ഛവുമായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിനെ ബഹുമാനിക്കാം, പാതിരികളെ ഒഴിവാക്കാം, ക്രിസ്ത്യാനികളെ കേൾക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു ചെറിയ എളിയൊരു അഭിപ്രായം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിനെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് ഉള്ള ഒരു സജഷനുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ശ്രീ ജോർജ് കുര്യൻ, PC ജോർജ്, ഷോൺ ജോർജ്, അനൂപ് ആൻ്റണി, ഇത്തരത്തിലുള്ള ആളുകളെ ചേർത്തൊരു കൊളീജിയം പോലുള്ള ഒരു ന്യൂനപക്ഷ കമ്മീഷൻ തന്നെ, പക്ഷേ ന്യൂനപക്ഷ കമ്മീഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനമോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ശാഖയോ അല്ലാതെ കേരളത്തിലൊരു
കൊളീജിയമോ സെല്ലോ പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുക, അതിൽ സുരേഷ് ഗോപിയെ പങ്കാളിയാക്കുക. ഇവരെയെല്ലാം, കാരണം കൃത്യമായിട്ട് PC ജോർജിനെ അതിൻ്റെ സംസ്ഥാന നേതൃത്വം ഏൽപ്പിക്കുക. ഇവരിലൂടെ ക്രിസ്ത്യൻ സമൂഹവുമായി ഒരു അടുത്ത ബന്ധം പുലർത്തുക, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക, ആ പ്രശ്നങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത്തരത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്തു കൊടുക്കുക. സഭകളെ, മതമേലധ്യക്ഷന്മാരെ, അതെത്ര നല്ലവരോ ചീത്ത ആളുകളോ ആകട്ടെ, അവഗണിക്കുക, കേക്കുമായി പോകാതിരിക്കുക. കൂമ്പിനിടിക്കാൻ പോകണ്ട, ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ കേക്ക് കൊടുക്കണ്ട, കൂമ്പിന് പിടിക്കണ്ട, അവഗണിച്ച് വിട്ടേക്കുക. ഒപ്പം കൃത്യമായി തന്നെ ഈ സഭകളുടെ അനധികൃത സാമ്പത്തിക സ്രോതസ്സുകളെ പൂട്ടുവാനുള്ള എല്ലാ നടപടികളും നിർദാക്ഷിണ്യം കൈക്കൊള്ളുക, മുന്നോട്ട് പോവുക. അതിന് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിക്കുക. FCRA പോലുള്ള നടപടികൾ അല്ലെങ്കിൽ നിയമങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ കൊണ്ടുവരിക. അവർ സമാധാനം പറഞ്ഞു 1 രൂപയാണെങ്കിലും ചിലവാക്കുന്നത് കണക്ക് പറഞ്ഞിട്ട് മതിയെന്നേ. അതിൻ്റെ അധികാരത്തിലും അഹങ്കാരത്തിലും ആരുടെയും കാല് വാരാമെന്നും എന്ത് ധാർഷ്ട്യത്തിൽ പുറത്തു വന്ന് കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന ആറന്മുള മണ്ഡലത്തിൽ മത്സരിക്കുന്ന വീണ ജോർജും അവിൻ വർക്കിയും ഞങ്ങളുടെ ആൾക്കാരാണ്, അവരിൽ ആര് ജയിച്ചാലും സന്തോഷം എന്നൊരു മതമേലധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ തിരുവസ്ത്രമെന്നവർ വിളിക്കുന്ന വേഷമിട്ടുകൊണ്ട്, യൂണിഫോം അണിഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ ധാർഷ്ട്യത്തോടെ പറയുവാനുള്ളൊരു അഹങ്കാരം അവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്രോതസ്സ് ഈ അനധികൃതമായ സമ്പത്ത് തന്നെയാണ്. അത് മുളയിലേ നുള്ളേണ്ടതായിരുന്നു, അത് സാധിച്ചില്ല. ഇനിയെങ്കിലും വൻമരമായി മാറിയ അതിനെ വേരോടെ വെട്ടിച്ചായ്ക്കേണ്ട സമയം കഴിഞ്ഞു. സഭകളെയല്ല, സഭകളുടെ അനധികൃത സമ്പത്തിനെ. അതുകൊണ്ട് നിർദാക്ഷിണ്യം അവരെ കൈകാര്യം ചെയ്യുക. ജിഹാദികളാകട്ടെ ക്രിസ്ത്യൻ സഭകളാകട്ടെ ഒരു കാലത്തും BJPക്ക് ഉപകരിക്കുവാൻ പോകുന്നില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള സാധുക്കളായിട്ടുള്ള മുസ്ലിങ്ങളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ, അത് സമ്പന്നരായ ക്രിസ്ത്യാനികൾ തന്നെ ആവട്ടെ, അവർ BJPയോടൊപ്പം ചേർന്ന് നിൽക്കും. കാര്യം അവരിൽ പലരും ദേശീയത ഉൾക്കൊള്ളുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ്. സഭ മാത്രമേ ഉള്ളൂ അവരുടെ പല കാര്യങ്ങൾക്കും പൊതുകാര്യങ്ങൾക്കും ആശ്രയം എന്നുള്ള ഒരു ധാരണ അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരിപ്പോഴും സഭ പറയുന്നത് കേൾക്കുന്നതും ചിലപ്പോഴൊക്കെ സംഘടിതമായി തന്നെ സമ്മതിദാനാവകാശം സഭയുടെ നിർദ്ദേശപ്രകാരം വിനിയോഗിക്കുന്നതും. ഞമ്മൻ്റെ ആൾക്കാർ അപ്പുറത്ത്, നമ്മുടെ ആൾക്കാർ ഇപ്പുറത്തും, ഈ ഒരു തരത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന ഒരു രീതിയെ ഇല്ലാതാക്കുവാൻ ഉള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതായിരുന്നു മൊത്തത്തിലുള്ള, കാരണം NDAയെ സംബന്ധിച്ച് പല കമൻറ്റുകളിലും പറയുന്നുണ്ട് NDAയുടെ തിരഞ്ഞെടുപ്പിലെ പ്രകടനത്തെ സംബന്ധിച്ചുള്ള ഒരു വിശകലനം ഇതുവരെ തത്വമയി ന്യൂസ് പൂർണ്ണമായ രീതിയിൽ അവതരിപ്പിച്ചില്ല എന്നുള്ളത്. അവതരിപ്പിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇതായിരുന്നു. NDAയുടെ 2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പ്രകടനം അത്യുജ്വലമായിരുന്നു. പക്ഷേ NDAയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച പല ഘടകങ്ങളും NDAയുടെ അല്ലെങ്കിൽ BJPയുടെ നിയന്ത്രണത്തിന് അതീതമായ ഘടകങ്ങളായിരുന്നു. അത് ഈ ഘടകങ്ങളായിരുന്നു. അവരെ ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല. അവരിനിയും തുടർന്നും എന്നും BJPക്കെതിരെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. കാരണം അടിസ്ഥാനപരമായിട്ട് ജനങ്ങളെ ഉപദ്രവിക്കുവാനുള്ള അവരുടെ ലക്ഷ്യങ്ങളിൽ അവരുടെ മാർഗത്തിലുള്ള പ്രധാന തടസ്സം BJPയും RSSമാണെന്ന് അവർക്കറിയാം. ആർക്കറിയില്ലെങ്കിലും അവർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലിഞ്ഞോ തിരുമേനിമാരും അൽ ജിഹാദിമാരും എല്ലാം ഒരുമിച്ച് കൈകോർത്ത് ജോയിൻ്റായി ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് BJPക്കെതിരെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നേരിടുവാനുള്ള തിരഞ്ഞെടുപ്പുകളായിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത്. അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ള കാര്യം BJP നേതൃത്വം ഞാൻ പറഞ്ഞിട്ട് വേണ്ട മനസ്സിലാക്കാൻ. അവർക്കത് തന്നെ മനസ്സിലാക്കുവാനുള്ള രാജീവ് ചന്ദ്രശേഖരനോ അമിത്ഷായോ ഇപ്പോൾ ഞാൻ ഉപദേശിച്ചു കൊടുത്തിട്ട് വേണ്ട കാര്യങ്ങൾ അറിയാൻ. എന്നാലും പ്രേക്ഷകരുമായി ഇത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇനി അങ്ങോട്ടേക്ക് കേരള രാഷ്ട്രീയം കാണുവാൻ പോകുന്നത് എന്ന് എൻ്റെ അഭിപ്രായം പങ്കുവെക്കണമെന്ന് തോന്നി. അതിനുവേണ്ടിയായിരുന്നു ഈ വീഡിയോ. ഈ വിശകലനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കാരണം എങ്ങനെയായിരിക്കണം ഈ ആവാസ വ്യവസ്ഥയെ, പുതിയതായി രൂപപ്പെട്ടു വരുന്ന എല്ലാവരും കൂടി ജോയിൻ്റായിട്ടുള്ള ഈ ആവാസ വ്യവസ്ഥയെ BJP നേരിടേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും
ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.